Hey guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈസി എഡിറ്റിന്റെ പ്രീസെറ്റ്സ് പ്രോ പാക്കിന്റെ റിവ്യൂ ആണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും കുറേ പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഈസി എഡിറ്റിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വ്യൂവർ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈസി എഡിറ്റിന്റെ പാക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈസി എഡിറ്റ് വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ് ഇവിടെ നമുക്ക് വിൻഡോസിന് വേണമെങ്കിൽ വിൻഡോസിന്, മാക്കിന് വേണമെങ്കിൽ മാക്കിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫ്രീബീസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള പ്രീസെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സ് മെനു ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ കുറേ പാക്സ് കാണാം. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള പ്രീസെറ്റ്സ് പാക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗീവ് അവേ ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് വേണമെങ്കിൽ ആ പാക്കിൻ്റെ നെയിം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പ്ലസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വിൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത പ്രീസെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്രീസെറ്റ്സ് പ്രോ പാക്കാണ്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എങ്ങനെയാണ് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈസി എഡിറ്റ് വ്യൂവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് വിൻഡോയിൽ എക്സ്റ്റൻഷൻസിൽ ഈസി എഡിറ്റ് വ്യൂവർ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇങ്ങോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച EV ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ EV ഫയൽ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കുവാണെങ്കിൽ ഇവിടെ എഡിറ്റ് മെനു ഓപ്പൺ ചെയ്തിട്ട് പ്രിഫറൻസിൽ സ്ക്രിപ്റ്റിംഗ് ആൻഡ് എക്സ്പ്രഷൻസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അലോ സ്ക്രിപ്റ്റ് ടു റൈറ്റ് ഫയൽസ് ആൻഡ് ആക്സസ് നെറ്റ്വർക്ക് ഓൺ ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് EV ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പർച്ചേസ് കോഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈസി എഡിറ്റ് വ്യൂവറിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ പ്രീസെറ്റ് പ്രോ പാക്കിൽ മെയിനായിട്ട് 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ്, സെക്കൻഡ് ആനിമേഷൻ, 3 ബൂട്ട് സ്ട്രാപ്പ്. ടെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കുറേ സബ് കാറ്റഗറീസ് കാണാം. ക്യാരക്ടേഴ്സ് ബേസ്ഡ്, വേർഡ് ബേസ്ഡ് ആൻഡ് ലൈൻ ബേസ്ഡ് ആനിമേഷൻസ് കാണാം. അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്തും കുറേ കാറ്റഗറീസ് കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻസ് ഒറ്റ ക്ലിക്കിൽ അപ്ലൈ ചെയ്യാം. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സെക്കൻഡായിട്ട് ഇവിടെ വരുന്നത് ആനിമേഷൻസ് ആണ്. അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്തും കുറേ സബ് കാറ്റഗറീസ് കാണാം. പൊസിഷൻ ബേസ്ഡ്, സ്കെയിൽ ബേസ്ഡ്, റൊട്ടേഷൻ ബേസ്ഡ്, അങ്ങനെ കുറേ ആനിമേഷൻസ് കാണാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു ലോഗോയിലോട്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലോട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ബൂട്ട് സ്ട്രാപ്പ് ആനിമേഷൻസ് ആണ്. ഇവിടെ കുറേ സ്റ്റൈൽ ഷീറ്റ്സ്, ടൈറ്റിൽസ്, സ്ലൈഡ്സ്, കോഡ്സ്, ലിസ്റ്റ്, ഇൻഫോഗ്രാഫിക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. ഏതെങ്കിലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈസി എഡിറ്റ് വ്യൂവർ എവിടെയെങ്കിലും ഡോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ വെക്കുവാണ്. ആൻഡ് ഞാൻ ഇവിടെ ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്യുവാണ്. ആൻഡ് ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ്, ഫോണ്ട്, കളറെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ടെക്സ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആനിമേഷനിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് വിത്തിൻ സെക്കൻഡ്സ് ഈ ടെക്സ്റ്റ് ആനിമേറ്റ് ആയിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ആനിമേഷൻ ഈ ടെക്സ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ലെയർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഈസി എഡിറ്റ് വ്യൂവർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ആനിമേഷൻ ഏതാണോ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ആനിമേഷൻ റെഡി ആയിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് അടിപൊളി ആനിമേഷൻസ് വിത്തിൻ സെക്കൻഡ്സിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ് ഇവിടെ ഞാൻ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലോഗോ ആഡ് ചെയ്യുവാണ്. ഇതിൻ്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഗോ ഒന്ന് ആനിമേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈസി എഡിറ്റ് വ്യൂവർ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ആനിമേഷൻ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഏത് ആനിമേഷനാണോ വേണ്ടത് അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ആനിമേഷനിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ ആനിമേഷൻ അപ്ലൈ ആയിരിക്കുന്നതാണ്. ആൻഡ് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ വേറെ ഒരു ആനിമേഷൻ ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈസി എഡിറ്റ് വ്യൂവറിലേക്ക് പോയിട്ട് നമുക്ക് വേണ്ട ആനിമേഷനിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ ഞാൻ പുതിയൊരു കോമ്പോസിഷനോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ബൂട്ട് സ്ട്രാപ്പ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഈസി എഡിറ്റ് വ്യൂവർ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇവിടുന്ന് ബൂട്ട് സ്ട്രാപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഇൻഫോഗ്രാഫിക്സിൽ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ലോഡ് ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇത്രയും ഫോൺസ് എൻ്റെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആഡ് ആയിക്കോളും. ഓക്കെ, ടെംപ്ലേറ്റ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ടും കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ടെക്സ്റ്റുകളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈസി എഡിറ്റിൻ്റെ ആനിമേഷൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് ഈ കോമ്പോസിഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആൻഡ് ലെയേഴ്സ് എല്ലാം നമുക്ക് കാണാം. ആൻഡ് ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റുകളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് അതിൻ്റെ ഫോണ്ട്, കളർ കാര്യങ്ങളെല്ലാം മാറ്റാം. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് ടെക്സ്റ്റുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എല്ലാത്തിനും ഒരേ ആനിമേഷനേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് കൊടുക്കാം. സോ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ടെക്സ്റ്റ് ലെയറൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈസി എഡിറ്റിലേക്ക് തന്നെ വന്നിട്ട് ടെക്സ്റ്റ് ആനിമേഷൻ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം.
സോ ഞാൻ ഇവിടെ ബേസിക് കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആനിമേഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ആനിമേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇതിലുള്ള ടെക്സ്റ്റുകളെല്ലാം ആനിമേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിലെന്താ പറയുന്നത്, ഗ്രാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതും നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഇതെനിക്ക് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യുവാണ്. സോ ലെയർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിലേക്കൊരു ട്രിം പാത്ത് ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് നമുക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് 100 കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിന് കുറച്ച് മുമ്പോട്ട് ഞാൻ പ്ലേ ഹെഡ് മാറ്റിയിട്ട് ഇതിൻ്റെ വാല്യൂ ഞാൻ 0 കൊടുക്കുവാണ്. ഇനി കീ ഫ്രെയിം രണ്ടും സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്തു. ആൻഡ് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് നമ്മൾ ചെറിയൊരു ആനിമേഷൻ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ആനിമേറ്റ് ചെയ്തെടുക്കാം. നമ്മളിതൊന്നും സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടെങ്കിൽ ഈസി എഡിറ്റ് ഉപയോഗിച്ച് ഇതുപോലത്തെ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ലോഗോ ഫ്ലിപ്പ് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ആൻഡ് ഈസി എഡിറ്റ് പർച്ചേസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പായ്ക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.